ഇതിനു മുമ്പ് അദ്ദേഹം ചെയ്ത ചിത്രങ്ങൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതൊന്ന് ലക്കി ഭാസ്കർ, പിന്നെ അതിനു മുൻപ് ഇറങ്ങിയ ഒരു പടം, അതും ഞാനൊരു 10-12 പ്രാവശ്യം കണ്ടു. തിയേറ്ററിൽ നിന്ന് വളരെ കുറച്ച് പ്രാവശ്യം, ടി വിയിൽ വരുമ്പോൾ എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് കാണും. ലക്കി ഭാസ്കർ ഒരു 50 പ്രാവശ്യം കണ്ടു കാണുന്നു തോന്നുന്നു. എപ്പോഴൊക്കെ ടി വിയിൽ എപ്പോഴൊക്കെ കാണും, എത്ര പ്രാവശ്യം വന്നാലും കാണും. അതൊക്കെ അദ്ദേഹത്തിന്റെ അഭിനയ മികവ് കൊണ്ടാണ് കാണുന്നത്. പിന്നെ കഥ പറഞ്ഞു പോണ രീതി എല്ലാം നല്ല വെരി വെരി ബ്രില്യൻ്റ് ആണ്. കാരണം അതിനു മുൻപ് അദ്ദേഹം അഭിനയിച്ച നേവി ഓഫീസറായിട്ട്, നേവിയിലെ ഒരു കഥാപാത്രമായിട്ട് അഭിനയിച്ച ആ പടം, അയ്യോ അതൊക്കെ ഒരു കിട്ടില്ല പടം. പക്ഷെ അതിനകത്തൊക്കെ ഒരു കൊമേഴ്ഷ്യൽ ഉണ്ട്, ഇച്ചിരിയെങ്കിലും കൊമേഴ്ഷ്യൽ ഉണ്ട്. പടം പിന്നെ വിറ്റുപോണം എന്നുള്ള രീതിയിൽ ഉണ്ട്. പക്ഷെ ഈ ചിത്രം അങ്ങനെയല്ല. ഈ ചിത്രം ഒരു കൊമേഴ്ഷ്യൽ പ്ലാനിങ്ങും ഇല്ലാതെ വളരെ റിസ്ക് എടുത്ത് കഥാപാത്രത്തിന് ഇഷ്ടപ്പെടുന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ ഒരു ഇതും നോക്കാതെ അദ്ദേഹം നല്ല സ്റ്റൈലായിട്ട്, അദ്ദേഹം എന്ന് ഞാൻ പറയണെന്ന് പറഞ്ഞാൽ സിനിമയിലാണ്, അല്ലാതെ അവരെയൊന്നും ഞാൻ അദ്ദേഹം എന്നൊന്നും പറയില്ല. അവരൊക്കെ നമ്മളെ പോലെ സാധാരണ ആൾക്കാർ മാത്രമാണ്. അതിനപ്പുറം ഒന്നും ഒരു ക്വാളിറ്റി ഒന്നും ഇവർക്കൊന്നും കൊടുക്കേണ്ട കാര്യവും ഇല്ല, കൊടുക്കാനും പാടില്ല. അവരങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ, അപ്പോൾ കൊടുക്കാം. അങ്ങനെ ചെയ്തിരിക്കുന്ന ഒരു ചിത്രമാണ് കാന്ത. ദുൽഖർ സൽമാൻ അഭിനയിച്ച ഇതുവരെയുള്ള ചിത്രങ്ങളിൽ ഏറ്റവും മികച്ച സിനിമ, നല്ല ക്ലാസിക്കൽ ഫിലിം. കണ്ടു നിങ്ങൾ. അതുകൊണ്ട് ഇപ്പോൾ കണ്ടു എന്ന് പറയുമ്പോൾ ഞാൻ പറയണം, നിങ്ങൾ അതുകൊണ്ട് എല്ലാ പ്രേക്ഷകരും തിയേറ്ററിലോട്ട് പോകുമ്പോഴത്തേക്ക് എങ്ങനെ പോകണം, ഈ കഥ ഒന്ന് സ്റ്റഡി ചെയ്തിട്ട് ക്ലിയർ ചെയ്തിട്ട്. കാരണം ഇതൊന്ന് 1950, 55, 58 കാലഘട്ടത്തിൽ നടക്കുന്ന കഥയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ പറയുന്ന മെയിൻ കഥാപാത്രത്തിന്റെ ജീവിതം അങ്ങോട്ട് പോകുന്ന ഒരു രീതിയുണ്ട്. അദ്ദേഹം പിന്നെ ദയനീയമായി മരിക്കുന്ന സീനും ഇതൊക്കെ ഉണ്ട്. അതൊന്നും ഇതിലില്ല. ഇങ്ങനെ പോകുന്ന കാര്യങ്ങളുണ്ട്. ഈ കഥ നമ്മൾ മനസ്സിലാക്കിയിട്ട് ഈ കഥാപാത്രത്തെ, കഥയും ആ ചുറ്റുപാടും ക്ലിയർ ചെയ്ത്, ഞാൻ അതാണ് പറയുന്നത്, നിങ്ങളെ വീട്ടിലൊരു വിഷയം എടുത്ത് സിനിമയാക്കിയാൽ, അല്ലെങ്കിൽ ഒരു 10 മിനിറ്റുള്ള ഒരു ഡോക്യുമെന്ററി എന്തെങ്കിലും ആക്കിയാൽ എങ്ങനെ ഇരിക്കും? ആ ഒരു കാഴ്ചപ്പാടോടെ നിങ്ങൾ തിയേറ്ററിൽ പോയിരിക്കുക. ഒരു നല്ല ഒരു എക്സലന്റ് ക്ലാസിക് ഫിലിം കാണാം. 2 മണിക്കൂറും 46 മിനിറ്റും പോകുന്നതറിയില്ല. പക്ഷെ അത് സിനിമ ഇഷ്ടപ്പെടണം. നമ്മളത് സ്റ്റഡി ചെയ്തിട്ട് പോയാലേ നമുക്ക് പുറകിലോട്ട് ഇറങ്ങിച്ചെല്ലാൻ പറ്റുള്ളൂ. പഴയ കാലഘട്ടത്തിൽ ഇറങ്ങിച്ചെല്ലണ്ടേ? പുതിയ കുട്ടികൾക്കൊക്കെ പുതിയ കുട്ടികളുടെ എല്ലാവർക്കും പഴയ കാലഘട്ടങ്ങളെ കുറിച്ച് അറിയാമോ? ആ കാലഘട്ടത്തിലോട്ട് ഇറങ്ങിച്ചെല്ലാൻ പറ്റുമോ? അപ്പോഴേ എത്തില്ല. പിന്നെയാണ് സിനിമയിൽ പോണത്, അതിനകത്തുള്ള പ്രശ്നങ്ങളിൽ പോണത്. എത്താൻ പറ്റില്ല. പകരം നിങ്ങൾ നന്നായിട്ട് സ്റ്റഡി ചെയ്ത്, പാഷനോടെ സ്റ്റഡി ചെയ്തിട്ട് നിങ്ങളൊന്ന് പോയിരുന്ന് സിനിമ കണ്ടാലുണ്ടല്ലോ, നല്ല അമേസിങ് സിനിമ എന്നാണ് എൻ്റെ അഭിപ്രായം. അങ്ങനെയുള്ളൊരു ചിത്രമാണ് ഈ കാന്ത.